ഡെവിൾ ലവ് ഭാഗം 23. ഡോക്ടറെ കണ്ടതും ഡോക്ടർ അവൾക്ക് വേദനയ്ക്കും നീരുവറ്റാനുമുള്ള മരുന്ന് കുറച്ച് കൊടുത്തു. അവിടെ ഇരിക്കുമ്പോൾ ഈശാനിയുടെ കണ്ണ് എപ്പോഴോ അവിടെ നിൽക്കുന്ന നേഴ്സിൽ പതഞ്ഞു. അവരുടെ നോട്ടം അർജുനിലാണെന്ന് കണ്ടതും ഈശാനിയുടെ മുഖത്ത് അസൂയ നിറഞ്ഞു. അവൾ ആ നേഴ്സിനെ നോക്കി, പിന്നെ അർജുനെയും. അർജുൻ ഡോക്ടറോട് തൻ്റെ കാര്യം ചോദിക്കാണ്. അവൻ അതുകൊണ്ട് നേഴ്സിൻ്റെ നോട്ടം കണ്ടില്ല. അർജുനിൽ നീണ്ട ഈശാനിയുടെ കണ്ണിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു. എന്തോ ഓർമ്മ വന്നതും അവളുടെ നോട്ടം വീണ്ടും നേഴ്സിലേക്ക് പോയി. ഇവിടെ ഇപ്പോഴും അർജുൻ്റെ ചോര ഊറ്റുകയാണ്. അത് കണ്ട് ഈശാനി പല്ല് കടിച്ചു. പെട്ടെന്ന് നേഴ്സിൻ്റെ നോട്ടം ഈശാനിക്ക് നേരെ വന്നതും അവൾ അവരെ രൂക്ഷമായി നോക്കി. അതിൽ അവർ ഒന്ന് പതറി. അർജുൻ ഈശാനിയുടെ ലൊക്കേഷൻ കിട്ടിയപ്പോൾ തന്നെ നിരഞ്ജന് മെസ്സേജ് അയച്ചിരുന്നു. നിരഞ്ജൻ അത് ഗായുവിനെ അറിയിച്ചു. അതുകൊണ്ട് അവർക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇഷു സേഫായി അർജുൻ്റെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതും അർജുൻ ഈശാനിയെ കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഈശാനിക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ജ്യൂസ് വാങ്ങിക്കൊടുത്തു. പിന്നെ അവളെ ഫ്ലാറ്റിലെത്തിച്ചു. ഈശാനിയെ കണ്ടതും എല്ലാവരും അവളെ പൊതിഞ്ഞു. അർജുനെ അവർ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു. അവർ ഓരോന്ന് സംസാരിച്ച ശേഷം ഈശാനിയുടെ മരുന്ന് അവരെ ഏൽപ്പിച്ച് അർജുൻ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്നതിന് മുമ്പ് ഈശാനിയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് ഇറങ്ങി. വണ്ടിയിൽ ഇരിക്കുമ്പോഴും അർജുൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്ത് പറ്റിയതാ നിനക്ക്? രേഷു ചോദിച്ചു. അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. രാജീവിൻ്റെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയതും അവൻ പറഞ്ഞ കാര്യവുമൊക്കെ. അർജുൻ വന്നതും ഹോസ്പിറ്റലിൽ പോയതും. പക്ഷെ അവനോട് ഇഷ്ടം പറഞ്ഞില്ല. അവൾക്ക് എന്തോ ചമ്മൽ അത് പറയാൻ. പിന്നെ പറയാൻ കരുതി അവൾ. തിരികെ പോകുമ്പോഴും അർജുൻ്റെ മനസ്സ് ഈശാനിയിലായിരുന്നു. അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. സന്തോഷ നിമിഷം മുറിച്ച് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൻ്റെ ഫോണിലേക്ക് നോക്കി. ഗൗതം കോളിംഗ്. അവൻ ഫോൺ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഹലോ ഗൗതം. എടാ, ആ രാജീവിന് സീരിയസ് ആണ്. ഇപ്പോൾ ICUവിലാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പറ്റിയതാണ് എന്ന്. കൂടെ ഉണ്ടായിരുന്നവർ വിശ്വസ്തരാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഗൗതം പറഞ്ഞു. ഇനി ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ അപ്പോൾ തന്നെ കൊല്ലുമായിരുന്നു. ഡാ, നീ ഒരു പോലീസ് ഓഫീസറിനോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഗൗതം പറഞ്ഞു. പിന്നെ എനിക്ക് പെണ്ണിനെ അവൻ വേദനിപ്പിച്ചാൽ പിന്നെ ഞാൻ വെറുതെ വിടണോ? നീ ഇപ്പോൾ എവിടെയാ? അവളോ? ഗൗതം ചോദിച്ചു. അവളെ ഫ്ലാറ്റിലാക്കി. ഞാൻ ഇപ്പോൾ വീട്ടിൽ പോവാം. ആടാ, ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാം ഫ്രീ ആവുമ്പോൾ. ഞാൻ രാജുവിൻ്റെ കാര്യം പറയാൻ വിളിച്ചതാണ്. ഓക്കേടാ. അർജുൻ ഫോൺ വെച്ചു. ആ സമയം അർജുൻ്റെ മുഖത്ത് ഒരു വിചിത്രമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് വാർഡ്രോബിൽ ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അർജുൻ്റെ കോട്ട് അവളുടെ കണ്ണിൽ പെടുന്നത്. അവൾ ആ കോട്ട് കയ്യിൽ പിടിച്ചു. അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. അവൻ തന്നെ രക്ഷിക്കാൻ വന്നതും അവളെ കൈ പിടിച്ച് നടന്നതും അവളെ കയ്യിൽ കോരിയെടുത്തതും അവനോട് തൻ്റെ ഇഷ്ടം പറഞ്ഞതും അവൻ തന്നെ ചുംബിച്ചതും അവൻ്റെ കൂടെയുള്ള കാർ യാത്ര, അവൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും തൻ്റെ കാര്യങ്ങൾ കരുതലോടെയും ആകുലതയോടെയും ഡോക്ടറോട് ഓരോന്ന് ചോദിച്ചറിഞ്ഞതും അവനെ നോക്കിയ നേഴ്സിനെ താൻ നോക്കി പീഡിപ്പിച്ചതും അങ്ങനെയെല്ലാം അവളുടെ മുന്നിൽ സ്ക്രീൻ പോലെ തെളിഞ്ഞു. അവൾ ആ കോട്ട് നോക്കി നിന്നു. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സർ കോളിംഗ്. അത് കണ്ടതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൾ കോള് അറ്റൻഡ് ചെയ്തു. പക്ഷേ ഒന്നും മിണ്ടിയില്ല. ആനി. അർജുൻ പ്രണയം നിറഞ്ഞ സ്വരത്തിൽ അവളെ വിളിച്ചു. ഈശാനിയുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. ആനി. അവൻ വീണ്ടും വിളിച്ചു. ഇപ്രാവശ്യം അവൾ മൂളി. ഭക്ഷണം കഴിച്ചോ? അപ്പോഴും അവൾ മൂളി. മരുന്ന് കഴിച്ചോ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ പിന്നെയും മൂളി. ഇങ്ങനെ മൂളാതെ എന്തെങ്കിലും പറ പെണ്ണെ. അവനിൽ അവളുടെ സ്വരം കേൾക്കാൻ വ്യഗ്രത കൂടി. ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. കുറവുണ്ട്, അവൾ പറഞ്ഞു. സർ, ഭക്ഷണം കഴിച്ചു? അവളുടെ ചോദ്യം അവൻ്റെ ഹൃദയത്തിൽ തട്ടി. കഴിച്ചു ആനി. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. അതിനിപ്പോൾ എന്തു ചെയ്യും? അവൾ പറഞ്ഞു. ഒപ്പം ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. ഞാൻ വീഡിയോ കോൾ വിളിക്കട്ടെ? നീ ഫോൺ എടുക്കുവോ? അവൻ ചോദിച്ചു. പക്ഷെ അവൾ മറുപടി പറഞ്ഞില്ല. എടോ, തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത്രയും പറയുമ്പോഴേക്കും അവളുടെ മറുപടി വന്നു. വിളിച്ചോ? അവൻക്ക് കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ, വിളിക്കട്ടെ? അവൻ ചോദിച്ചു. വിളിച്ചോ? അവളും പറഞ്ഞു. അത് കേട്ട് അവൻ്റെ ചുണ്ടിൽ പറയുമ്പോഴും
അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം അവൻ ഫോൺ കട്ടാക്കി. അവളെ കണ്ണാടിയിൽ ഒന്ന് നോക്കി തൻ്റെ കോലും ഡ്രസ്സെല്ലാം ഓക്കെ ആക്കി. അവൻ്റെ കോൾ വന്നു. അവൾ ഫോണെടുത്തു. രണ്ടുപേരും പരസ്പരം നോക്കി. ചുറ്റും മൗനം. പക്ഷേ ആ മൗനത്തിനും ഒരു ഭംഗിയുണ്ട്. കുറച്ചു നേരം പിന്നിട്ട് രണ്ടുപേരും പരസ്പരം മതിമറന്ന് നോക്കിയിരുന്നു പോയി. നേര് കുറവുണ്ടോ ഇപ്പോൾ? മൗനത്തെ ഭേദിച്ചു അവൻ ചോദിച്ചു. ചെറുതായി അവൾ പറഞ്ഞു. അനി, എന്താ അറിയില്ല, എനിക്ക് നിന്നെ കാണാതെ ഇരിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. നീ എന്നോട് ഇഷ്ടം പറഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടുള്ളൂ. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന നാൾ മുതൽ നിൻ്റെ ഫോട്ടോ കണ്ടാ ഉറങ്ങാറ്. അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഹിമകണമായി പെയ്തിറങ്ങി. അനി, അവൻ അത്രയും പ്രണയത്തോടെ വിളിച്ചു. അവൾ അവനെ നോക്കി. നാളെ ലീവ് എടുത്തോട്ടോ, അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കി. എന്താ? അവൻ ചോദിച്ചു. എന്നെ കാണാതിരിക്കാൻ വയ്യ പറഞ്ഞിട്ട് അവൾ ഗർവോടെ ചോദിച്ചു. ആദ്യമായാണ് അവിടെ നിന്ന് ഒരു മറുചോദ്യം അവന് നേരെ വരുന്നത്. ഒപ്പം മുഖം വീർത്തിട്ടുണ്ട്. അത് കണ്ട് അവന് ചിരി വന്നു. നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ശരിയാണ്, അതുപോലെ തന്നെയാണ് നിൻ്റെ ആരോഗ്യം എനിക്ക് പ്രധാനമാണ്. അവൻ്റെ വാക്കിൽ അവളോടുള്ള അടങ്ങാത്ത പ്രണയവും കരുതലും ഉണ്ടായിരുന്നു. കണ്ണ് നിറയാൻ തുടങ്ങി. അച്ഛനും അമ്മയും അല്ലാതെ ആരും തന്നോട് ഇത്രയും കരുതൽ കാണിച്ചിട്ടില്ല എന്നവൾ ഓർത്തു. അതുകൊണ്ട് താൻ റെസ്റ്റ് എടുക്കുക. അടുത്ത ആഴ്ച ഏട്ടൻ്റെയും തൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് അല്ലേ? അത് കഴിയട്ടെ, എന്നിട്ട് നമ്മുടെ കാര്യം വീട്ടിൽ പറയാം, അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. സർ, അവരൊക്കെ എന്നെക്കുറിച്ച് അവൾ പാതിയിൽ നിർത്തി. അവൾക്കെല്ലാം അറിയാം എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന്. പിന്നെ അവൾക്ക് അന്ന് ഇവൻ്റെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായതാണ്. എന്നെ എൻ്റെ ജീവനെ രക്ഷിച്ചത് താനാണെന്ന് പറഞ്ഞല്ലോ അന്ന് ഫംഗ്ഷനിൽ വെച്ച് ഏട്ടൻ. അപ്പോൾ ആ ഇഷ്ടം കൂടി. അത് കേട്ട് അവളൊന്ന് ചിരിച്ചു. ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. തൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാനായിരുന്നു എൻ്റെ വീട്ടിലുള്ളവർ തീരുമാനിച്ചത്. അപ്പോൾ ഞാനാ പറഞ്ഞത്, ആദ്യം ഞാൻ തന്നോട് പറയട്ടെ എന്ന്. തനിക്ക് ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യാമെന്ന് അവൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? അവൾ നിറഞ്ഞു കണ്ണാലെ ചോദിച്ചു. അതിന് അവനൊന്ന് ചിരിച്ചു. ഇതിൻ്റെ മറുപടി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് പിന്നെ അവളൊന്നും മിണ്ടില്ല. അനി, ഞാൻ എപ്പോഴും നിങ്ങളുടെ ഈ സ്നേഹം അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലോ? അവൾ വീണ്ടും ചോദിച്ചു. ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ നിന്നെ സ്നേഹിക്കും, സംരക്ഷിക്കും. നിനക്കൊരു ബാധ്യത ആവാതെ, നീ പോലും അറിയാതെ. ഈ ശ്വാസം നിലയ്ക്കും വരെ അവൻ അത്രയും പറഞ്ഞു, ആർദ്രമായി. ഐ ലവ് യു, അവൾ പറഞ്ഞു. എൻ്റെ ഓരോ സന്തോഷത്തിലും ഓരോ സ്വപ്നത്തിലും അറിയാതെ തന്നെ നിങ്ങളൊരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. എന്നിൽ നിന്നൊരു വേർപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. നിന്നിൽ തുടങ്ങി നിന്നിൽ അവസാനിക്കുന്നതാവണം എൻ്റെ പ്രണയം, അവൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട് അവൻ്റെ ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ പൂക്കൾ അല തള്ളി. അനി, ഒരു വേർപെടൽ നമ്മൾ തമ്മിലുണ്ടാവില്ല. മരണത്തിൽ പോലും നമ്മൾ ഒരുമിച്ചായിരിക്കും. അങ്ങനെ അവരോട് സംസാരം നീണ്ടുപോയി. എപ്പോഴോ ഉറക്കത്തിൽ വഴുതിപ്പോയി. അപ്പോഴും അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. പുലർച്ചെ എപ്പോഴോ അവനും മയങ്ങി. രാവിലെ ഡോറിൽ മുട്ട് കേട്ടാണ് എഴുന്നേറ്റിരുന്ന ബെഡിൽ നിന്നിറങ്ങുമ്പോഴാണ് ഫോണിൽ കോൾ ഇപ്പോഴും കട്ടായിട്ടില്ല എന്ന് കാണുന്നത്. രാത്രിയിൽ എപ്പോഴോ അവനോട് സംസാരിച്ച് ഉറങ്ങിപ്പോയിരുന്നു. അതോർത്തതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾ ശാന്തമായി ഉറങ്ങുന്നവനെ നോക്കി. കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കയുടെ ഗതയോടെ ഉറങ്ങുന്നവനെ അവൾ ഒന്ന് നോക്കി. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്തോ ക്യൂട്ടായാണ് ഉറങ്ങുന്നത്. ഈ കിടക്കുന്ന സാധനമാണോ മുംബൈ ലോകത്തെ വിറപ്പിക്കുന്ന ഡെവിൾ? അവൾ മനസ്സിൽ ചിന്തിച്ചു. ഒപ്പം അവളുടെ ഉള്ളിൽ അവനോടുള്ള ഇഷ്ടം കൂടി വരുന്നത് അത് അവൾക്ക് മനസ്സിലായി തുടങ്ങി. പെട്ടെന്ന് ഡോറിൽ മുട്ടിയതും അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അവൾ വാതിൽ തുറന്നു. എന്തോ ഇഷ്യൂ? നിനക്ക് ദേവു ഇരുന്നത് ഉണ്ട്, അവൾ പറഞ്ഞു. നിനക്ക് വയ്യാത്തോണ്ടാണ് വിളിക്കാതിരുന്നത്. അപ്പോഴാണ് ഇഷ്യൂ അവളുടെ വേഷം കാണുന്നത്. ഒരുങ്ങി ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ്. നീ ഇവിടെ പോവാം ദേവു? പനി എങ്ങനെയുണ്ട്? ഇഷ്യൂ ചോദിച്ചു. ഞാൻ ഓഫീസിൽ ദേഷ്യം നേരത്തെ പോയി. പിന്നെ പനി മാറി. ഞാനും ദേഷ്യം കഴിയും ഇറങ്ങാൻ നിൽക്കാം. അപ്പോൾ സമയം എന്തായി? അതും പറഞ്ഞവൾ ക്ലോക്കിലേക്ക് നോക്കി. 8:30 ആയിട്ടുണ്ട്. ഇത്രയും നേരമായോ? ആ, നേരം വൈകി. ഞങ്ങൾ ഇറങ്ങട്ടെ ദേവു പറഞ്ഞു. നിങ്ങളെന്താ എന്നെ വിളിക്കാതിരുന്നത്? നിന്നോട് സാറ് ലീവ് എടുത്തോ എന്നല്ലേ പറഞ്ഞേ? അതാ ഞങ്ങൾ ദേവു പറഞ്ഞു. എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാനും വരുന്നു. എന്നാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അത് വേണ്ട, നിങ്ങൾ പോയിക്കോ. ഞാൻ ഇനി കുളിച്ചൊരുങ്ങി വരുമ്പോഴേക്കും ലേറ്റാവും. നിങ്ങൾ വിട്ടോ, ഇഷു പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങി. അതും പറഞ്ഞ് അവർ പോയതും ഇഷു ഡോർ അടിച്ചു. പിന്നെ കുളിച്ചൊരുങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. എല്ലാം കഴിയുമ്പോൾ നേരം 10 ആയി. വേഗം ഫ്ലാറ്റ് കൂട്ടി ഇറങ്ങി. ഓട്ടോ വിളിച്ച് ഓട്ടോ സ്റ്റോപ്പിലെത്തിയപ്പോൾ 10:30 ആയി.
അവൾ വേഗം ലിഫ്റ്റിൽ കയറി അർജുൻ്റെ ക്യാബിനിൽ പോയി നോക്ക് ചെയ്തു. കമിൻ ഉള്ളിൽ നിന്ന് പറഞ്ഞതും ഇഷു ഉള്ളിൽ കയറി. ടാപ്പിലേക്ക് ശ്രദ്ധ കൊടുത്തിരിക്കുന്ന അർജുൻ അവളെ മുഖമുയർത്തി നോക്കി. ഇഷാനി അവിടെ കണ്ടതും അവൻ ഒന്ന് അത്ഭുതപ്പെട്ടു. താനെന്താ ഇവിടെ, ഇന്ന് ലീവല്ലേ? അവൻ ചോദിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ, പിന്നെ ഫ്ലാറ്റിൽ വെറുതെ ഇരുന്നപ്പോൾ ബോറടിച്ചു, അപ്പോൾ കരുതി ഇങ്ങോട്ട് വരാമെന്ന് അവൾ വിക്കി പറഞ്ഞു. അത് പറയുമ്പോഴും അവളുടെ കണ്ണ് നാലുപാടും ഓടുന്നുണ്ട്. കാരണം അവനെ കാണാൻ വന്നതാ പറയാൻ അവൾക്ക് ചളിപ്പ് തോന്നി. എങ്കിൽ താൻ തൻ്റെ ക്യാബിനിലേക്ക് പോയിക്കോ. അത് കേട്ടതും അവളുടെ മുഖം മങ്ങി. അത് അർജുൻ ശ്രദ്ധിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി തട്ടി കളിച്ചു. എന്താ ശനി, പോകുന്നില്ലേ? അത് മറച്ചു വെച്ച് ഗൗരവത്തിൽ ചോദിച്ചു. ത്തിലുള്ള സ്വരം കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു. അവനെ കാണാൻ വേണ്ടി ഓടി വന്നതാണ് അവൾ എന്നിട്ടുള്ള അവൻ്റെ അവഗണന കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. അവൾ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവൻ പിന്നിൽ നിന്ന് വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. കടന്നൽ കുത്തിയതുപോലെ അവളുടെ കവിൾ നന്നായി വീഴ്ത്തിയിരുന്നു. അത് കണ്ടപ്പോൾ അവന് ചിരി വന്നു. ഇങ്ങ് വാ, അവൻ വിളിച്ചു. പക്ഷെ അവൻ ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ തന്നെ കളിയാക്കിയത് പോലെ തോന്നി അവൾക്ക്. അവളുടെ മുഖം വീണ്ടും വീർത്തു. അവൾ ദേഷ്യത്തിൽ അവളുടെ ക്യാബിനിലേക്ക് പോയി. അവളുടെ പോക്ക് കണ്ടു അവൻ്റെ ചുണ്ടിൽ അവൻ ചിരിച്ചു. അതിൽ അവൻ്റെ മുഖത്ത് ഇതുവരെ കാണാത്ത തെളിച്ചമുണ്ടായിരുന്നു. അവൾ ക്യാബിനിൽ പോയി ഇന്നലെ എന്തൊക്കെയായിരുന്നു? ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, എന്നെ കാണാൻ തോന്നുന്നു, വീഡിയോ കോൾ വിളിക്കുന്നു. ഇപ്പോൾ എന്നെ കണ്ട പാവമില്ല. അവൾ മുഖം വീർപ്പിച്ച് ഓരോന്ന് പിറുപിറുത്തു. അവൾ അവളുടെ സീറ്റിലേക്ക് നടന്നു. പെട്ടെന്നാണ് അവളുടെ പുറകിൽ കൂടെ ആരോ അവളെ ചേർത്ത് പിടിക്കുന്നത്. ഒരു പിടിച്ചിലൂടെ അവനെ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു. അടങ്ങി നിൽക്കാനി. അവൻ്റെ ശബ്ദം അത്രയും പ്രണയത്തിലായിരുന്നു. അവൻ്റെ ശ്വാസം അവളുടെ പുറത്ത് തട്ടി. അവൾ അടങ്ങി നിന്നു. അവൾ ഒതുങ്ങി നിന്നതും അവൻ അവളെ പിടിച്ച് അവനെ നേരം തളിച്ചു നിർത്തി. അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു. അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും അവളുടെ പരിഭവം മാറിയില്ല. എന്തു പറ്റി? അവൻ ചോദിച്ചു. ആ ചോദ്യം അവളുടെ കവിൾ വീണ്ടും കൊട്ട കണക്കെ വീർപ്പിച്ചു. അവൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കി. അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചു. അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി. അവൾ ഇപ്പോൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. പിടിച്ചിലൂടെ അവൾ മുഖമുയർത്തി നോക്കി. എന്താണ് ആനി, ഇന്ന് വരെ ഇല്ലാത്ത ഭാവമൊക്കെ ഈ മുഖത്ത്? പിന്നെ ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കിയതാ, അല്ലാതെ എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, അവൻ പറഞ്ഞു. അവൾക്ക് എന്തോ അവളുടെ മുഖത്ത് നോക്കാൻ നാണം തോന്നി. അവൻ അവളെയും പൊക്കി അവളുടെ ചെയറിലിരുന്നു. അവൻ്റെ മടിയിലാണ് അവളിപ്പോൾ ഇരിക്കുന്നത്. എന്തെന്നില്ലാത്ത പരവേശം അവളെ വന്ന് മൂടി. അവൾക്ക് അവൻ്റെ നോട്ടം താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ അവനെ നോക്കാതെ ക്യാബിൻ ചുറ്റും കണ്ണ് വായിച്ചു. അവൻ അവളുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയായിരുന്നു. അവളുടെ പരിവേഷം കണ്ടതും അവൻ അവളെ നോക്കി. പിന്നെ ആ മുഖം തനിക്ക് നേരെ പിടിച്ചു. എന്താണ് എൻ്റെ ആനിക്കുട്ടി, പേടിയാണോ എന്നെ? അവൻ ചോദിച്ചു. അവളല്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുൻസിരി വിരിഞ്ഞു. അവൾ ആ പുൻസിരിയിൽ മതിമറന്ന് നോക്കിയിരുന്നു പോയി. അവനും അവളെ നോക്കി. അവളുടെ പിടക്കുന്ന കണ്ണും ചുവപ്പ് നിറഞ്ഞ മുഖം വിറകുളന്ന അതരവും എല്ലാം അവൻ മാറി മാറി നോക്കി. അത് അവനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൻ്റെ കണ്ണിൻ്റെ അപ്പോഴത്തെ ഭാവം അവൾക്കും മനസ്സിലായില്ല. അവൻ അവളുടെ കാതോരം ചേർന്ന് ഹസ്കി വോയിസിൽ ചോദിച്ചു. ആനി, ക്യാൻ ഐ കിസ് യു? അവൾ ഞെട്ടി അവനെ നോക്കി. യു ആർ സഡ്യൂസിങ് മീ ആനി. ഉമിനീർ ഇറക്കി നോക്കി. പ്ലീസ് ആനി, ജസ്റ്റ് വാൺസ്. അവൻ്റെ അത്രയും പ്രണയത്തോടുള്ള പറച്ചിൽ അവൾ അടിമപ്പെട്ടു പോയിരുന്നു. യാന്ത്രികമായി അവൾ സമ്മതം അറിയിച്ചു. അവൻ്റെ അതരങ്ങൾ അവളുടെ നെറുകയിൽ അമർന്നു. അവൾ കണ്ണുകൾ അടിച്ചു അവൻ്റെ ഷർട്ട് കോളറിൽ പിടിമുറുക്കിയിരുന്നു. അവൻ പിന്നെ അവളുടെ കണ്ണുകളിൽ ചുംബിച്ചു. പിന്നീട് ഇരു കവിളിലും നാസിക തുമ്പിലും അവൻ്റെ ചുണ്ട് പതിഞ്ഞു. വികസിച്ച് അവൾക്ക് അവളുടെ ശരീരത്തിൽ കറന്റ് പാസ് ചെയ്യുന്നത് പോലെയും ഹൃദയമതിപ്പ് വർദ്ധിക്കുന്നത് പോലെയും തോന്നി. അവൾ കണ്ണുകൾ ഇറക്കെ പൂട്ടി. പിന്നീട് അവൻ്റെ അതരം അവളുടെ മൈ കോർത്തു. ആ നിമിഷം അവളൊന്ന് ഉയർന്നു പൊങ്ങി. ആ സമയം അവൻ അവളുടെ അരയിൽ പിടിച്ച് തന്നോട് അടുപ്പിച്ചു. ഒപ്പം അവളുടെ ടോപ്പിൻ്റെ ഉള്ളിലൂടെ കൈ കടത്തി അവളുടെ നഗ്നമായ വയറിൽ തഴുകി. അവൾ പൊള്ളി പിഴിഞ്ഞു. അവനിൽ നിന്ന് അടർന്നു മാറാൻ ബുദ്ധി പറയുമ്പോഴും ഹൃദയം അവനിൽ കൂടുതൽ അടുത്തു. അവൻ്റെ ചുംബനം കൂടി വന്നതും അവൾക്ക് ശ്വാസം വിലങ്ങിയതും അവൻ അവളുടെ ചുണ്ടിൽ നിന്നും വേർപെട്ടു.
അവൾ ശ്വാസം വലിച്ചെടുത്തു. അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. അവൻ അവളെയും ചേർത്ത് നിർത്തി. അവൾ ഒന്ന് ഓക്കെ ആയതും അവൻ അവളുടെ നെറുകിൽ മുത്തി. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ സ്റ്റോറിയിലെ വോയിസ് കൂടി കുറഞ്ഞിട്ടിരിക്കുന്നുണ്ടാവും. വോയിസ് രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് എന്താ പറയുക, വീട്ടിൽ ഉമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ നല്ല വോയിസിലും ഉമ്മയും വീട്ടിലെ ആൾക്കാർ വന്നപ്പോൾ ഞാൻ വോയിസ് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റോറിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. റൊമാൻസ് ഉണ്ട്, ചെറിയൊരു പാട്ടായിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് റൊമാൻസ് പാട്ട് എഴുതാൻ എനിക്കറിയില്ല. അപ്പോൾ അതേക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. ഓക്കെ.